Hello dear students, welcome to Math Root. We will discuss Calicut University കോളേജുകളിലെ MSc Mathsന്റെ second semester topology third module. Third module name hierarchy of separation axioms. So, let's begin with the definition of topology. Let X be any set and P of X is the collection of all subsets of X. And suppose tau is a subset of power set of X. X എന്നുള്ളത് ഏതെങ്കിലും ഒരു arbitrary set ആണ്. P of X അതിന്റെ power set ആണ്. That means subsetsന്റെ collection ആണ് P of X. Okay. P of X ന്റെ ഏതെങ്കിലും ഒരു arbitrary subset ആണ് tau. ഇനി ഈ കളക്ഷനെ ഈ tau എന്നുള്ള ഈ കളക്ഷനെ ഒരു ടോപ്പോളജി ഓൺ X ഈ സെറ്റിലുള്ള ഒരു ടോപ്പോളജി എന്ന് പറയണമെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ കളക്ഷനിൽ empty സെറ്റും ഫുൾ സെറ്റും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. empty സെറ്റും ഫുൾ സെറ്റും ഈ കളക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷന് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ്ഡ് സെറ്റ് J നമ്മൾ ചൂസ് ചെയ്താൽ ഓക്കെ അതിലുള്ള ഓരോ എലമെന്റ്സും ടോപ്പോളജിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആർബിട്രറി യൂണിയൻ എവിടെ ഉണ്ടായിരിക്കണം? ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ ദാറ്റ് മീൻസ് ഈ സെറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ സെറ്റിലുള്ള കുറച്ച് എലമെന്റ്സ് എടുത്തു. ഓക്കെ ആ എലമെന്റ്സിന്റെ ആർബിട്രറി യൂണിയൻ വീണ്ടും ഇതേ സെറ്റിൽ ഈ കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അതേപോലെ തേർഡ് കണ്ടീഷൻ രണ്ട് എലമെന്റ്സ് ഈ ടോലുണ്ട്. ഓക്കെ ഈ ടോല് രണ്ട് എലമെന്റ്സ് ഉണ്ട് A1 A2. അങ്ങനെയാണെങ്കിൽ A1 ഇന്റർസെക്ഷൻ A2 അതായത് ഈ എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ വീണ്ടും ഇതേ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കളക്ഷൻ്റെ ഒരു ടോപ്പോളജിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിന്റെ പവർ സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, അതിന്റെ ഒരു സബ്സെറ്റിനെ നമ്മളൊരു ടോപ്പോളജി എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ empty സെറ്റും ഫുൾ സെറ്റും ആ കളക്ഷൻ ഉണ്ടായിരിക്കണം. ആ കളക്ഷനുള്ള എലമെന്റ്സിന്റെ ആർബിട്രറി യൂണിയൻ വീണ്ടും ആ കളക്ഷൻ ഉണ്ടായിരിക്കണം. ആ കളക്ഷനുള്ള എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ വീണ്ടും ആ കളക്ഷനിൽ ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ്, ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ടോപ്പോളജി. Next, an example. Let X equal to AB and let P of X equal to AB empty set. ഇപ്പോൾ X എന്നുള്ള സെറ്റ് AB ആണ്. പവർ സെറ്റ് ഓഫ് X എന്ന് പറയുന്ന സെറ്റ് Xൻ്റെ എല്ലാ സബ്സെറ്റ്സിൻ്റെയും കളക്ഷൻ ആയിരിക്കും. ഇനി ഇത് ഒരു പവർ സെറ്റ് ടോപ്പോളജി ഫോം ചെയ്യും. അതെങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ഓക്കെ അപ്പോൾ ഈ സെറ്റ് ഒരു ടോപ്പോളജിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. P of X എന്നുള്ള ഈ പവർ സെറ്റ് ഓഫ് X ഒരു ടോപ്പോളജിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ empty സെറ്റും ഫുൾ സെറ്റും P of X ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. empty സെറ്റ് അതേപോലെ ഫുൾ സെറ്റ് AB അതായത് X എന്ന് പറയുന്ന ഫുൾ സെറ്റ് AB അത് രണ്ടും P of X ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമ്മൾ ആർബിട്രറി യൂണിയൻ ഓഫ് എലമെന്റ്സ് അത് വീണ്ടും P of X ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് എലമെന്റ്സിന്റെ യൂണിയൻ എടുത്താലും അത് വീണ്ടും എന്തിലുണ്ടായിരിക്കും? P of X ഉണ്ടായിരിക്കും. കാരണം ഇത് പവർ സെറ്റ് ഓഫ് X ആണ്. ഇപ്പോൾ എന്റെ ബിയുടെ യൂണിയൻ എടുത്താൽ AB ഇവിടെ ഉണ്ട്, ബിയുടെയും എബിയുടെയും യൂണിയൻ എടുത്താൽ അത് എന്തായിരിക്കും? AB ഇവിടെ തന്നെ ഉണ്ട്. മൊത്തത്തിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ എടുത്താൽ AB തന്നെ കിട്ടും, അത് ഇവിടെ ഉണ്ട്. സോ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. തേർഡ് കണ്ടീഷൻ ഫൈനൈറ്റ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ വീണ്ടും P of X ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്തു, എയും ബി എടുത്തു, ഇതിന്റെ ഇന്റർസെക്ഷൻ empty ആയിരിക്കും, അത് ഇവിടെ ഉണ്ട്. എബിയുടെയും എംടിയുടെയും ഇന്റർസെക്ഷൻ empty സെറ്റ് ആണ്, അത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ വീണ്ടും ബി തന്നെ ആയിരിക്കും, അത് ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഫൈനൈറ്റ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ വീണ്ടും ഈ കളക്ഷനിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? P of X എന്നുള്ള ഈ സെറ്റ് ഒരു എക്സിന്റെ ഒരു ടോപ്പോളജി ആണെന്ന് പറയാൻ പറ്റും. ഈ ടോപ്പോളജി നമ്മൾ പറയുന്ന പേരാണ് പവർ സെറ്റ് ടോപ്പോളജി. ഇനി ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടോപ്പോളജി, ഏറ്റവും ബിഗ് ആയിട്ടുള്ള ടോപ്പോളജി എന്ന് പറയുന്നത് പവർ സെറ്റ് ടോപ്പോളജി ആയിരിക്കും. ഇത്രയാണ് ഒരു ടോപ്പോളജിന്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ്, ടോപ്പോളജിക്കൽ സ്പേസ്. നമ്മൾ നേരത്തെ ടോപ്പോളജി ഡിഫൈൻ ചെയ്തു. ഇനി ഒരു സെറ്റ് ടുഗദർ വിത്ത് എ ടോപ്പോളജി, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ടോപ്പോളജിക്കൽ സ്പേസ്. അതായത് ഒരു സെറ്റിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിലുള്ള ടോപ്പോളജിയെയും നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് ടോപ്പോളജിക്കൽ സ്പേസ്. Next, metric. Let X be any set. A metric on X is a function D from x cross x to R
വിച്ച് സാറ്റിസ്ഫൈസ് ദി ഫോളോവിങ് കണ്ടീഷൻസ്. അതായത് ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ഇനി ആർബിട്രറി സെറ്റാണ്. ഇനി ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന മെട്രിക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷനാണ്. ഓക്കെ, എക്സ് ക്രോസ് എക്സ് എന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് ഒരു മെട്രിക്. ഓക്കെ, ആ ഫംഗ്ഷൻ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾ മെട്രിക് എന്ന് പറയും. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ടി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു എക്സ്. അതായത് നമ്മൾ എക്സിലെ ഏത് 2 എലമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്താലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, എക്സ് വൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും. അതേപോലെ എക്സും വൈയും 2 പോയിന്റ്സ് സെറ്റിലുള്ള 2 പോയിന്റ്സ് ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. തേർഡ് കണ്ടീഷൻ, ഡി ഓഫ് എക്സ് വൈയും ഡി ഓഫ് വൈ എക്സും, അതായത് എക്സ് വൈയും വൈ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എക്സ് സെഡ് പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് വൈ സെഡ് വൈ. ഓക്കെ, അതായത് എക്സ് വൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിനേക്കാൾ ചെറുതായിരിക്കും? എക്സ് സെറ്റും സെഡ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സമ്മിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ക്രോസ് എക്സ് എന്ന ആറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് മെട്രിക്. ഓക്കെ, ഇനി ഒരു സെറ്റ് ടുഗദർ വിത്ത് എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ, ഒരു മെട്രിക്. ഒരു സെറ്റും ഒരു മെട്രിക്കും അല്ലെങ്കിൽ ഒരു സെറ്റും ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷനും നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് മെട്രിക് സ്പേസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഓപ്പൺ സെറ്റ്. ആൻ ഓപ്പൺ സെറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഇൻ ടോപ്പോളജി. ടോപ്പോളജിയിലുള്ള ഒരു എലമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സെറ്റ്. ഇപ്പോൾ നമ്മൾ എക്സ് എന്നുള്ള ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ആൽഫ എന്നുള്ള എലമെൻറ്റ് എക്സിൻ്റെ ടോപ്പോളജിയായ ടോയിലുണ്ടെങ്കിൽ ഓക്കെ, ഈ ആൽഫേനെ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പോളജിയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സെറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഇൻ ടോപ്പോളജി. അതായത് ടോപ്പോളജിയിൽ ഇല്ലാത്ത എലമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സെറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എക്സ് ടോ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിനെ ഒരു സ്പേസ് ആണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ടോ എന്നുള്ള ടോപ്പോളജിയിൽ ഇല്ലാത്ത ഒരു എലമെൻ്റാണ് ബീറ്റ. ബീറ്റ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഇൻ ദി ടോപ്പോളജി. അങ്ങനെയാണെങ്കിൽ ബീറ്റയെ നമുക്ക് പറയാൻ പറ്റും ബീറ്റ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. ഓക്കെ, ബീറ്റ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ ജസ്റ്റ് ടോപ്പോളജിയിൽ ഇല്ലാത്ത എലമെൻറ്റ്സിന് നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ, ടി നോട്ട് സ്പേസ്. എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു സാറ്റിസ്ഫൈ ടി നോട്ട് ആക്സിയം ഓർ ഈസ് സെറ്റ് ടു ബി എ ടി നോട്ട് സ്പേസ് if given any 2 distinct points in X, there exists an open set which contains one of them but not the other. അതായത് നമ്മളൊരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ഈസ് ദി ടോപ്പോളജിക്കൽ സ്പേസ്. നമ്മൾ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എക്സ് എന്ന് ചൂസ് ചെയ്യുന്നു. ഒരു എക്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു, അതേപോലെ ഒരു വൈയെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ എക്സ് ടോ എന്ന് പറഞ്ഞ ഈ ടോപ്പോളജിക്കൽ സ്പേസിനെ ടി നോട്ട് സ്പേസ് എന്ന് പറയണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പക്ഷേ അതിൽ ആര് കണ്ടെയ്ൻ ആവാൻ പാടില്ല? വൈ കണ്ടെയ്ൻ ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഞാൻ ഈ സർക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഓപ്പൺ സെറ്റ് വിനെയാണ്. ഓക്കെ, എക്സ് ടോ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിലെ ഒരു ഓപ്പൺ സെറ്റാണ് വി. അങ്ങനെയാണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എക്സും വൈയും നമ്മൾ ഈ ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്ന് ചൂസ് ചെയ്താൽ ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. പക്ഷേ അതാരെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല? മറ്റേ പോയിന്റിനെ, അതായത് വൈനെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് എക്സ് വീലുണ്ടായിരിക്കണം, പക്ഷേ വൈ എവിടെ ഉണ്ടാവാൻ പാടില്ല? വീലുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, തിരിച്ചും പറയാം. ഇപ്പോൾ വൈ വീലുണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവാൻ പാടില്ല? വീൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിന്, ഈ ടോപ്പോളജിക്കൽ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് ടി നോട്ട് സ്പേസ്. അല്ലെങ്കിൽ ഈ ടോപ്പോളജിക്കൽ സ്പേസ് ടി നോട്ട് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് സെപ്പറേഷൻ ആക്സിയത്തിലെ ഒരു ആക്സിയമാണ് ടി നോട്ട് ആക്സിയം. ഓക്കെ, അപ്പോൾ ടി നോട്ട് ആക്സിയം എങ്ങനെയാണ് ഒരു സെപ്പറേഷൻ ആക്സിയം ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ടോ എന്നുള്ള സ്പേസ് ചൂസ് ചെയ്യുന്നു. ഇതിലെ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണ് എക്സും വൈയും. ഈ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സിനെ ഒരു സിംഗിൾ ഓപ്പൺ സെറ്റ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടി നോട്ട് ആക്സിയം. ഓക്കെ, ഒരു രണ്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പോയിന്റ്സിനെ ഒരു സിംഗിൾ ഓപ്പൺ സെറ്റ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടി നോട്ട് ആക്സിയം. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, T1 space. A topological space X is said to satisfy T1 axiom or is said to be a T1 space if for every two distinct points X and Y in X, there exists an open set containing X but not Y, and hence also another open set containing Y but not X. അതായത് നമ്മുടെ കയ്യിലൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ ടോപ്പോളജിക്കൽ സ്പേസിനെ T1 സ്പേസ് അല്ലെങ്കിൽ ഈ ടോപ്പോളജിക്കൽ സ്പേസ് T1 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ വൈ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ആരുണ്ടാവാൻ പാടില്ല? എക്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് V1 ആണ്, അതിൽ വൈ ഇല്ല. അതേപോലെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് V2 ആണെങ്കിൽ അതിൽ എക്സ് ഇല്ല. ഇങ്ങനെ രണ്ട് പോയിന്റ്സിനെ, രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സിനെ രണ്ട് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് T1 സ്പേസ്. ഓക്കെ, അപ്പോൾ T1 സ്പേസിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസിലെ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സിനെ രണ്ട് ഓപ്പൺ സെറ്റ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതേപോലെ ഈ ഓപ്പൺ സെറ്റ്സിൽ കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ എടുക്കുന്ന ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സ് V1 ഉണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടാകാൻ പറ്റില്ല? V2 ഉണ്ടാകാൻ പറ്റില്ല. എക്സ് ബിലോങ്സ് ടു V1 ബട്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു V2. അതേപോലെ Y belongs to V2 and Y does not belongs to V1. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടോപ്പോളജിക്കൽ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് T1 സ്പേസ്. റിമാർക്ക്, all metric spaces are T0, all metric spaces are T1. അതായത് എല്ലാ മെട്രിക് സ്പേസുകളും എന്തായിരിക്കും? T0 സ്പേസ് ആയിരിക്കും, അതേപോലെ T1 സ്പേസും ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. Next definition, T2 space or Hausdorff space. A space X is said to be T2 space or said to satisfy T2 axioms if for every distinct points X, Y in X, there exist disjoint open sets U, V in X such that X belongs to U and Y belongs to V. That means ഒരു ടോപ്പോളജിക്കൽ സ്പേസിനെ നമ്മൾ T2 സ്പേസ് അല്ലെങ്കിൽ ഹോസ്റ്റോഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ ഓക്കെ, ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്താലും നമുക്ക് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യുവും വിയും എക്സിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യുവും വിയും നമുക്ക് എക്സിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. എക്സ് യുയിലായിരിക്കണം, അതേപോലെ വൈ വിയിലായിരിക്കണം. ഓക്കെ, അതായത് ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രോ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിനെ T2 സ്പേസ് അല്ലെങ്കിൽ ഹോസ്റ്റോഫ് സ്പേസ് എന്ന് പറയണമെങ്കിൽ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യുവും വിയും എക്സിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. എക്സ് യുയിലുണ്ടായിരിക്കണം, പക്ഷേ എക്സ് എവിടെ ഉണ്ടാകാൻ പാടില്ല? വിയിലുണ്ടാകാൻ പാടില്ല. അതേപോലെ വൈ വിയിലുണ്ടായിരിക്കണം, വൈ യുയിലുണ്ടാകാൻ പാടില്ല. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു യു, Y does not belongs to U, Y belongs to V,
y does not belongs to x belongs to u, y does not belongs to u, and x does not belongs to v and y belongs to v. Okay. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പേസിന് നമ്മൾ T2 സ്പേസ് എന്ന് പറയും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ വി എന്തായിരിക്കണം? എം ടി ആയിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷനും കൂടെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, യു ഇൻ്റർസെക്ഷൻ വി എം ടി ആയിരിക്കണം. അപ്പോൾ ഇതാണ് T2 സ്പേസ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഓഫ് സ്പേസിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ്, an important remark, T2 സ്പേസ് ഇംപ്ലൈസ് T1 സ്പേസ് ഇംപ്ലൈസ് T0 സ്പേസ്. അതായത് T2 സ്പേസ് ആണെങ്കിൽ അത് T1 സ്പേസ് ആയിരിക്കും, T1 സ്പേസ് ആണെങ്കിൽ T0 സ്പേസ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് T2 സ്പേസ്. ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ രണ്ട് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വരും? രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഏതൊരു T2 സ്പേസും T1 ആയിരിക്കും T0 ആയിരിക്കും. അതേപോലെ ഏതൊരു T1 സ്പേസ് എന്തായിരിക്കും എപ്പോഴും T0 സ്പേസ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ T0 സ്പേസിൻ്റെ T2 സ്പേസിൻ്റെ കണ്ടീഷൻ ഇതാണ്, T1 സ്പേസിൻ്റെ കണ്ടീഷൻ ഇതാണ്, T0 സ്പേസിൻ്റെത് ഒന്നുകിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ. ഓക്കെ, an important result, all metric spaces are T2. അതായത് എല്ലാ മെട്രിക് സ്പേസുകളും T2 ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. ഓക്കെ, എക്സ് കോമ ഡി എന്നുള്ളത് ഒരു മെട്രിക് സ്പേസ് ആണ്. ഇത് T2 സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എക്സ് വൈ ചൂസ് ചെയ്യും. ഓക്കെ, ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട് യു, അതേപോലെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട് വി. അപ്പോൾ എക്സ് യുവിലുണ്ടായിരിക്കും, പക്ഷേ എക്സ് എവിടെ അല്ല? വിയിലില്ല. അതേപോലെ വൈ വിയിലുണ്ടായിരിക്കും, പക്ഷേ വൈ എവിടെ അല്ല? യുവിലില്ല. അതേപോലെ യു ഇൻ്റർസെക്ഷൻ വി എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ഈ മാട്രിക്സ് സ്പേസ് എക്സ് ഡി എന്തായിരിക്കും? T2 സ്പേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മാട്രിക്സ് സ്പേസിൽ നിന്ന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം. സോ എക്സിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് എക്സ് വൈ, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഓക്കെ, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലോ നമ്മൾ ഈ പോയിന്റ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്? മെട്രിക് സ്പേസ് എന്നാണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മളൊരു ആർ എന്നുള്ളൊരു നമ്പറിനെ, റിയൽ നമ്പറിനെ ചൂസ് ചെയ്യാണ്. അതായത് എക്സ് വൈ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാൾ താഴെയാണ് ആറ് പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ എക്സ് വൈ എന്നുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാൾ താഴെ ആയിരിക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സെൻറ്ററായിട്ട് 6 റേഡിയസ് ഉള്ള ഒരു ബോൾ ചൂസ് ചെയ്യുക. അതിനെ ജസ്റ്റ് യു എന്ന് വിളിക്കുക. ഓക്കെ, അതേപോലെ വൈ എന്നുള്ള പോയിന്റ് സെൻറ്ററായിട്ട് 6 റേഡിയസ് ഉള്ള ഈ 6 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ ബി. ഈ ബി ഓഫ് എക്സ് ആർ എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് സെൻറ്ററായിട്ടുള്ള 6 റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ബോളായിട്ട് നമ്മൾ യുവിനെ ചൂസ് ചെയ്യുക. വൈ സെൻറ്ററായിട്ട് 6 റേഡിയസ് ഉള്ള ഓപ്പൺ ബോളായിട്ട് വിനെ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എക്സും വൈയും ചൂസ് ചെയ്തപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് എക്സിനെയും വൈനെയും കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഓപ്പൺ സെറ്റ്സ് കിട്ടി. കാരണം ഈ ഓപ്പൺ ബോൾസ് എപ്പോഴും എന്തായിരിക്കും? ഓപ്പൺ സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു കിട്ടി, വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് കൂടെ കാണിച്ചാൽ മതി? യു ഇൻ്റർസെക്ഷൻ വി എം ടി ആണെന്ന് കൂടെ നമുക്ക് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ യുവും വി എന്താണ്? ഓപ്പൺ സെറ്റ്സ് ആണ്, കാരണം അവ ഓപ്പൺ ബോൾസ് ആണ്. അതേപോലെ എക്സ് എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? യുവിൽ കണ്ടെയ്ൻഡ് ആണ്. അതേപോലെ വൈ എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? വിയിൽ കണ്ടെയ്ൻഡ് ആണ്. അതേപോലെ ഇനി യു ഇൻ്റർസെക്ഷൻ വി
എം ടി ആണെന്ന് കൂടെ കാണിച്ചാൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് യു ഇൻ്റർസെക്ഷൻ വി നോൺ എം ടി ആണെന്ന് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ വി എം ടി ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. ഇനി നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് യുവും വിയും ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? എം ടി ആയിരിക്കും. അതായത് യു ഇൻ്റർസെക്ഷൻ വി എം ടി ആയിരിക്കും നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ അത് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുക. അതായത് ഒരു പോയിന്റ് Z എന്നുള്ള ഒരു പോയിന്റ് യു ഇൻ്റർസെക്ഷൻ വിയിൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? എക്സും ഈ സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ആർ ആയിരിക്കും. അതേപോലെ ഒരു വൈയും ഈ സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെസ് ദാൻ ആർ ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു മെട്രിക് സ്പേസിലാണ്. ഓക്കെ, അപ്പോൾ Z എന്നുള്ള പോയിന്റ് എന്തായിരിക്കും? യു ഇൻ്റർസെക്ഷൻ വിയിൽ ഉണ്ടെങ്കിൽ എക്സ് സെറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ആർ ആയിരിക്കും. അതേപോലെ ZY തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ആർ ആയിരിക്കും. ഇനി നമ്മൾ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് സെഡ് പ്ലസ് ഡി ഓഫ് ZY. ഓക്കെ, മെട്രിക്കിൻ്റെ തേർഡ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡിസ്റ്റൻസ് ഓഫ് എക്സ് സെറ്റ് എന്താണ്? ലെസ് ദാൻ ആർ ആണ്. ഓക്കെ, അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് ZY എന്താണ്? ലെസ് ദാൻ ആർ ആണ്. ഓക്കെ, അപ്പോൾ ആർ പ്ലസ് ആർ ഈക്വൽ ടു 2R. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ 2R എന്ന് കിട്ടും. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ 2R ലെസ് ദാൻ എന്തായിരിക്കും? ഡി ഓഫ് എക്സ് വൈ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ 2R എന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റും. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ 2R എന്നുള്ളതൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും. സോ Z എവിടെ ഇല്ല? Z എന്നുള്ള പോയിന്റ് എവിടെ ഇല്ല? യു ഇൻ്റർസെക്ഷൻ വിയിലില്ല. Z നോട്ട് ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വി ഇംപ്ലൈസ് യു ഇൻ്റർസെക്ഷൻ വി എന്തായിരിക്കും? എം ടി ആയിരിക്കും. സോ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോയിന്റ് യു നമുക്ക് കിട്ടി. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു നമുക്ക് കിട്ടി. വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി നമുക്ക് കിട്ടി. ഓക്കെ, രണ്ടും ഡിസ്ജോയിൻറ്റും ആണ്. ഓക്കെ, രണ്ടും ഡിസ്ജോയിൻറ്റും ആണ്. സോ എക്സ് എന്ന് പറയുന്ന സ്പേസ് എന്തായിരിക്കും? T2 സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടിൻ്റെ പ്രൂഫ് വരുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, റെഗുലർ സ്പേസ്. എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി റെഗുലർ അറ്റ് എ പോയിന്റ് എക്സ് ഇൻ എക്സ് if for every closed subset C of x not containing x there exist disjoint open sets U comma V such that x belongs to U and C contained in V. അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഉണ്ട്. ഈ ടോപ്പോളജിക്കൽ സ്പേസിനെ റെഗുലർ അല്ലെങ്കിൽ ഈ ടോപ്പോളജിക്കൽ സ്പേസിലുള്ള ഒരു പോയിന്റ് എക്സ്, ഈ പോയിന്റിൽ ഈ സ്പേസ് റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ, ഫോർ എവറി ക്ലോസ് സബ്സെറ്റ് സി ഓഫ് എക്സ് നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതൊരു ക്ലോസ്ഡ് സബ്സെറ്റ് സി എടുത്താലും ഓക്കെ, ദർ എക്സിസ്റ്റ് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് യു കോമ വി. അവിടെ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പൺ സെറ്റ്സ് യു വി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു, എക്സ് എവിടെ ഉണ്ടായിരിക്കണം? യുവിൽ ഉണ്ടായിരിക്കണം, ആൻഡ് സി കണ്ടെയ്ൻഡ് ഇൻ വി. ഓക്കെ, സി എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? വിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ പറയാൻ പറ്റിയാൽ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ സ്പേസ് റെഗുലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐഡിയ എത്രയാണ്? ഇപ്പോൾ എക്സ് ടോ എന്നുള്ളൊരു ടോപ്പോളജിക്കൽ സ്പേസിൽ ഒരു പോയിന്റ് എക്സിൽ ഈ സ്പേസ് റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു ഉണ്ടായിരിക്കണം, അതേപോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി ഉണ്ടായിരിക്കണം. ഈ യുവും വി എന്തായിരിക്കണം? ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഓക്കെ, എക്സ് ബിലോങ്സ് ടു യു, വി കണ്ടെയ്ൻഡ് ഇൻ സി കണ്ടെയ്ൻഡ് ഇൻ വി, അതേപോലെ യു ഇൻ്റർസെക്ഷൻ വി ഈക്വൽ ടു എം ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിനെയും ഒരു ക്ലോസ്ഡ് സെറ്റിനെയും രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യുവും വിയും വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റെഗുലർ സ്പേസിൻ്റെ ഐഡിയ. ഓക്കെ, ഒരു പോയിന്റിനെയും ഒരു ക്ലോസ്ഡ് സെറ്റിനെയും രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യുവും വിയും വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റോ എന്നുള്ള ഈ ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ഒരു പോയിന്റിൽ റെഗുലർ ആണെന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ഇനി എക്സ് എന്ന് പറഞ്ഞ ഈ സ്പേസ് റെഗുലർ എന്ന് പറയണമെങ്കിൽ ഈ എക്സിലുള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കണം? റെഗുലർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിനെ ഒരു റെഗുലർ സ്പേസ് എന്ന് പറയും. ഓക്കെ, നോർമൽ സ്പേസ്. എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി നോർമൽ if every two disjoint closed subsets C and D of X there exist two disjoint open sets U and V such that C contained in U and D contained in V. That means നമുക്കൊരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഉണ്ട്. ഓക്കെ, ഈ സ്പേസ് എക്സിനെ നോർമൽ സ്പേസ് എന്ന് പറയണമെങ്കിൽ if every two disjoint closed subsets C and D, അതായത് നമ്മൾ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് ക്ലോസ്ഡ് സബ്സെറ്റ്സ് സി ഡി നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ടു ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ്, രണ്ട് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണം, യുവും വിയും. സി എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? യുവിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതേപോലെ ഡി എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? വിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതായത് ഇവിടുത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസിനെ നോർമൽ സ്പേസ് എന്ന് പറയണമെങ്കിൽ ഏത് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റ്സ് നമ്മൾ ചൂസ് ചെയ്താലും അതിനെ മറ്റ് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ സി എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? യുവിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതേപോലെ ഡി വിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതേപോലെ സിയും ഡിയും എന്തായിരിക്കണം? ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. സി ഇൻ്റർസെക്ഷൻ ഡി എം ടി ആയിരിക്കണം. അതേപോലെ യുവും വിയും എന്തായിരിക്കണം? എം ടി ആയിരിക്കണം. യു ഇൻ്റർസെക്ഷൻ വി, യുയുടെയും വിയുടെയും ഇൻ്റർസെക്ഷൻ എന്തായിരിക്കണം? എം ടി ആയിരിക്കണം. സോ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസിന് നമ്മൾ നോർമൽ സ്പേസ് എന്ന് പറയും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റ്സിനെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ഡെഫിനിഷൻ, T3 space. A topological space is said to satisfy the T3 axiom or said to be a T3 space if it is regular and T1. അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസിനെ T3 സ്പേസ് എന്ന് പറയണമെങ്കിൽ അത് റെഗുലറും ആയിരിക്കണം, T1 ആയിരിക്കണം. ദാറ്റ് മീൻസ് T3 സ്പേസ് മീൻസ് T1 സ്പേസ് പ്ലസ് റെഗുലർ സ്പേസ്. T3 സ്പേസ് എന്ന് മീൻ ചെയ്യുന്നത് അത് T1 സ്പേസും ആയിരിക്കണം, റെഗുലർ സ്പേസും കൂടെ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസിനാണ് നമ്മൾ T3 സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം റെഗുലർ സ്പേസിൻ്റെ ഐഡിയ ഇതാണ്. നമുക്കൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു പോയിൻ്റ് എക്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഒരു ക്ലോസ്ഡ് സെറ്റ് സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു ഉണ്ടായിരിക്കണം. അതേപോലെ സി എന്ന ക്ലോസ്ഡ് സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി ഉണ്ടായിരിക്കണം. യു ഇൻ്റർസെക്ഷൻ വി എം ടി ആയിരിക്കണം. ഓക്കെ, ഇതാണ് റെഗുലർ സ്പേസിൻ്റെ ഐഡിയ. ഇനി ഇത് T1 കൂടെ ആണെങ്കിൽ എന്ത് വേണം? എക്സ് എന്നുള്ള പോയിന്റ് യുവിലുണ്ടെങ്കിൽ എക്സ് അവിടെ ഉണ്ടാകാൻ പാടില്ല, വിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരു വൈ എന്നുള്ള പോയിന്റ് വി എന്നുള്ള ഓപ്പൺ സെറ്റിൽ ഉണ്ടെങ്കിൽ വൈ യുവിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായി? T1 സ്പേസ് കൂടായി. സോ T1 പ്ലസ് റെഗുലർ. സോ ഇതെന്തായിരിക്കും? ഒരു T3 സ്പേസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് T4 സ്പേസ്. A space X is said to satisfy T4 axioms or said to be a T4 space if it is normal and T1. അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസിനെ T4 സ്പേസ് എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? T1 ആയിരിക്കണം, അതേപോലെ നോർമൽ ആയിരിക്കണം. ഓക്കെ, T1 സ്പേസ് പ്ലസ് നോർമൽ സ്പേസ്. ഓക്കെ, അപ്പോൾ T1ഉം നോർമലും ആയിട്ടുള്ള ഒരു സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് T4 സ്പേസ്. ഓക്കെ, നമുക്കറിയാം നോർമൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റ്സ് സിയും ഡിയും നമ്മൾ ചൂസ് ചെയ്താൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റ്സ്
സിയും ഡിയും നമ്മൾ ചൂസ് ചെയ്താൽ സിനെയും ഡിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് യു വി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ സ്പേസ് നോർമലായി. ഇത് T1 കൂടെ ആവണമെങ്കിൽ എന്താവണം, യുയിലുള്ള ഒരു പോയിന്റ് എക്സ് എടുത്താൽ ആ എക്സ് അവിടെ ഉണ്ടാവാൻ പാടില്ല, വിയിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ വിയിലുള്ള ഒരു പോയിന്റ് വൈ നമ്മൾ ചൂസ് ചെയ്താൽ അത് അവിടെ ഉണ്ടാവാൻ പാടില്ല, എക്സിൽ ഉണ്ടാവാൻ പാടില്ല. സോ ഇപ്പൊ എന്തായി, T1 സ്പേസ് കൂടായി. സോ T1 പ്ലസ് നോർമലായി. സോ ദിസ് ഈസ് എ T4 സ്പേസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ് സബ്സെറ്റ്സിനെ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അതേപോലെ ഒരു പോയിന്റ് ഈ ഓപ്പൺ സെറ്റിൽ ഉണ്ടെങ്കിൽ ആ പോയിന്റ് നെക്സ്റ്റ് ഓപ്പൺ സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഈ പോയിന്റ് ഇവിടെ ഈ ഓപ്പൺ സെറ്റിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി സ്പേസുകൾ തമ്മിലുള്ള റിലേഷൻ ഒരു ഫിഗർ ആണിത്. ഇപ്പൊ ഇത് ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ഇതെന്താണ് T1 സ്പേസ്, അതിന് മേലെ T2 സ്പേസ് അതായത് ഹോസ്റ്റോ സ്പേസ്, അതിന് മേലെ T3 അതായത് T1 പ്ലസ് റെഗുലർ, അതിന് മേലെ T4 അതായത് T1 പ്ലസ് നോർമൽ, അതേപോലെ അതിന് മേലെ മെട്രിക് സ്പേസ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മെട്രിക് സ്പേസും എന്തായിരിക്കും, T4 ആയിരിക്കും, T3 ആയിരിക്കും, T2 ആയിരിക്കും, T1 ആയിരിക്കും, ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കും. ഓക്കെ, T4 ആണെങ്കിൽ T3 ആയിരിക്കും, T2 ആയിരിക്കും, T1 ആയിരിക്കും, ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കും. T3 ആണെങ്കിൽ T2 T1 ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കും. T2 ആണെങ്കിൽ T1 ആയിരിക്കും, ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ T1 ആണെങ്കിൽ അത് ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ T4 implies T3 implies T2 implies T1 implies T0. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട റിസൾട്ട്. ഓക്കെ, next definition, completely regular space. A space X is said to be completely regular if for any point X in X and closed set C not containing X there exists a continuous function f from x to 0 1 such that f of x equal to 0 and f of y equal to 1 for every y in C, where the continuity with respect to the usual topology on the unit interval. That means ഒരു സ്പേസിനെ കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്ട്രാ ഉണ്ട്. ഈ സ്പേസിനെ കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയണമെങ്കിൽ ഓക്കെ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഫൈൻഡ് ചെയ്യാൻ പറ്റണം ഈ എക്സ് നിന്ന് ക്ലോസ് ലെവൽ 0 1 ഓക്കെ ക്ലോസ് ലെവൽ 0 1 ഒരു ഫംഗ്ഷൻ എഫിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, കണ്ടീഷൻ എത്രയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് സി നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ക്ലോസ്ഡ് സെറ്റ് സിയിലുള്ള ഒരു പോയിന്റ് വൈ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഇമേജ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് 0 ആയിരിക്കണം. അതേപോലെ വൈൻ്റെ ഇമേജ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതായത് എഫ് ഓഫ് വൈ 1 ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സ് നിന്ന് ക്ലോസ് ലെവൽ 0 1 എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഒരു ടോപ്പോളജിക്കൽ സ്പേസിനെ കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയണമെങ്കിൽ നമ്മളൊരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ് സെറ്റ് സി ചൂസ് ചെയ്യുന്നു. അതിലുള്ളൊരു പോയിന്റ് വൈ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ ഇമേജ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. സിയിലുള്ള ഏത് പോയിന്റിൻ്റെ ഇമേജ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് Tichonoff space. A space is said to be Tichonoff if it is completely regular and T1. അതൊരു സ്പേസിനെ Tichonoff സ്പേസ് എന്ന് പറയണമെങ്കിൽ ആ സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ ആവണം. അതേപോലെ T1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ T1 ആയിട്ടുള്ള കംപ്ലീറ്റ്ലി റെഗുലർ ആയിട്ടുള്ള സ്പേസിന് നമ്മൾ Tichonoff സ്പേസ് എന്ന് പറയും.
proposition every completely regular space is regular. അതേപോലെ every Tikhonov space is T3. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ every completely regular space is regular. അതേപോലെ every Tikhonov space is T3. every Tikhonov space is T3 എന്ന് മീൻ ചെയ്യുന്നത് Tikhonov നമുക്കറിയാം T1 പ്ലസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് ഈക്വൽ ടു അത് T3 ആവാനുള്ള കണ്ടീഷന് അത് T1 പ്ലസ് റെഗുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇംപ്ലിക്കേഷൻ ആണ്. അത് T1 പ്ലസ് കംപ്ലീറ്റ്ലി റെഗുലർ ആയിട്ടുള്ള ഒരു സ്പേസ് എപ്പോഴും T1 പ്ലസ് റെഗുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് Tikhonov സ്പേസ് എല്ലാം എന്തായിരിക്കും? T3 ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നമുക്ക് കാണിക്കേണ്ടത് കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസ് ഇംപ്ലൈസ് റെഗുലർ എന്നാണ്. സോ അസ്യൂം ദാറ്റ് എക്സ് ഈസ് എ കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസ്. നമ്മുടെ ക്ലെയിം എക്സ് റെഗുലർ ആണെന്ന് കാണിക്കണം. ഓക്കെ, എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെങ്കിൽ നമുക്ക് ഐഡിയ ഉണ്ട്, നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് എന്നൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണ് ഇത് സി എന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണ് സി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് എന്ന് ക്ലോസ് ഇൻ്റർവൽ 0-1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സിയിലുള്ള ഏത് പോയിന്റ് വൈൻ്റെയും വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ക്ലോസ് ഇൻ്റർവൽ 0-1 എന്താണ്? ഹോസ്റ്റ് ഓഫ് സ്പേസ് ആയിരിക്കും. കാരണം ക്ലോസ് ഇൻ്റർവൽ 0-1 എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. എവറി മെട്രിക് സ്പേസ് ഈസ് എ ഹോസ്റ്റ് ഓഫ് സ്പേസ്. സോ ഇത് മെട്രിക് സ്പേസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് ഹോസ്റ്റ് ഓഫ് സ്പേസ് ആവും. ഇനി നമുക്ക് കാണിക്കേണ്ടത് എക്സ് റെഗുലർ ആണെന്നാണ്. അതായത് ഒരു പോയിന്റിനെയും അതേപോലെ ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് നമ്മൾ ചൂസ് ചെയ്താൽ അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഓപ്പൺ സെറ്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ രണ്ട് ഓപ്പൺ സെറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ക്ലോസ് ഇൻ്റർവൽ 0-1 രണ്ട് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആയിട്ട് നമ്മൾ ജിയെയും എച്ചിനെ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ക്ലോസ് ഇൻ്റർവൽ 0-1 രണ്ട് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആയിട്ട് ജിനെയും എച്ചിനെയും നമ്മൾ ചൂസ് ചെയ്യുന്നു. കണ്ടീഷൻ ഇത്രയാണ്: 0 എന്നുള്ള എലമെൻറ്റ് ജിയിൽ വേണം, അതേപോലെ 1 എന്നുള്ള എലമെൻറ്റ് എച്ചിൽ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജിയുടെ ഇൻവേഴ്സ് ഇമേജ് ആയിട്ട് യുവിനെ ചൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഓപ്പൺ ബോൾ ആണെന്ന് എടുക്കുക. അതേപോലെ എച്ചിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആയിട്ട് ജസ്റ്റ് ഒരു വി എന്നുള്ള സെറ്റിന് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ? യുടെയും വിയുടെയും ഇൻ്റർസെക്ഷൻ എം ടി ആയിരിക്കും. അതായത് യുവും വിയും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു ഇൻ്റർസെക്ഷൻ വി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ജി ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് എച്ച്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ എച്ച്, കാരണം ഇൻവേഴ്സ് ഫങ്ഷൻസ് ഇൻ്റർസെക്ഷൻ പ്രിസർവ് ചെയ്യും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിനെ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ എച്ച് എന്ന രീതിയിൽ എഴുതാം. അതേപോലെ നമുക്കറിയാം ജി ഇൻ്റർസെക്ഷൻ എച്ച് എന്താണ്? എം ടി ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എം ടി, എം ടി സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എം ടി ആയിരിക്കും. കാരണം എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് ദി കംപ്ലീറ്റ്ലി റെഗുലാരിറ്റി. അതേപോലെ നമുക്കറിയാം എക്സ് എവിടെയുള്ള പോയിൻ്റാണ്? യു, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ജിയിലുള്ള പോയിൻ്റാണ്. അതേപോലെ വൈ എന്നുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച്, അതായത് വിയിലുള്ള പോയിൻ്റാണ്. അപ്പോൾ യുവും വിയും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് യു ഇൻ്റർസെക്ഷൻ വി ഈക്വൽ ടു എം ടി. ഓക്കെ, ദാറ്റ് ഈസ് യു ആൻഡ് വി ആർ ഡിസ്ജോയിൻ്റ്. അതേപോലെ എക്സ് എന്താണ്? എക്സ് എന്നുള്ള എലമെൻറ്റ് യുവിലുണ്ട്. അതേപോലെ വൈയിൽ ഏത് വൈ എന്നുള്ള എലമെൻ്റ് ഒക്കെ എവിടെ ഉണ്ട്? വിയിലുണ്ട്. ഓക്കെ, അപ്പോൾ വൈ ഒക്കെ എവിടെ ഉള്ള ആളാണ്? സി എന്നുള്ള ക്ലോസ്ഡ് സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സി ആരുടെ സബ്സെറ്റ് ആണ്? വിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു കിട്ടി. അതേപോലെ ക്ലോസ് സെറ്റ് സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കിട്ടി. ഈ യുവും വിയും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെയും ഈ ക്ലോസ് സെറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എക്സ് ഈസ് റെഗുലർ. ഓക്കെ, ഇവിടുത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് ഒരു പോയിന്റ് അതിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ് സെറ്റ് സി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെയും ഈ ക്ലോസ് സെറ്റിനെയും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും.
എഫ് ഓഫ് വൈ ഈക്വൽ ടു 1 ഫോർ എവറി വൈ ഇൻ സി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്, അതേപോലെ സീനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും സെപ്പറേറ്റഡ് ആണ്, ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഒരു യുവും വി ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഈ യു ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ്, ഇപ്പോൾ അതിനെ ജി ആയിട്ട് ചൂസ് ചെയ്താൽ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആയിട്ട് ആരാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? യു. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആയിട്ട് നമ്മൾ യുവിനെ ചൂസ് ചെയ്യുന്നു. അതേപോലെ വി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇവിടുത്തെ മറ്റേതെങ്കിലും ഒരു വണ്ണിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എച്ച് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, വണ്ണിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആയിട്ട് നമ്മൾ വിനെ ചൂസ് ചെയ്യുന്നു. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആയിട്ട് നമ്മൾ വിനെ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ യുവും വിയും ഇന്റർസെക്ഷൻ എടുത്താൽ എം ടി ആയിരിക്കും. അതായത് യുവും വിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് കാണിക്കും. ദാറ്റ് മീൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് ജിയും എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചും ഡിസ്ജോയിൻ്റ് ആണ് നമ്മൾ കാണിക്കും. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്തു കംപ്ലീറ്റ്ലി റെഗുലർ ഇംപ്ലൈസ് റെഗുലർ. സോ T1 plus completely regular implies T1 plus regular. Okay, completely regular implies regular. So T1 plus completely regular implies T1 plus regular. നമുക്കറിയാം T1 plus completely regular നമ്മൾ പറയുന്നത് ടിച്ചനോഫ് എന്നാണ്, ടിച്ചനോഫ് സ്പേസ്. ഓക്കെ, നമുക്കറിയാം T1 പ്ലസ് റെഗുലർ നമ്മൾ പറയുന്നത് T3 എന്നാണ്. ഓക്കെ, അപ്പോൾ ടിച്ചനോഫ് സ്പേസ് ഇംപ്ലൈസ് T3. ഓക്കെ, ഹാൻസ് ദി പ്രൂഫ്. നെക്സ്റ്റ് റിസൾട്ട്, T4നേക്കാൾ വീക്കറും T3യേക്കാൾ സ്ട്രോങ്ങറും ആയിട്ടുള്ള സ്പേസ് ആണ് ടിച്ചനോഫ് സ്പേസ്. അതായത് T4നേക്കാൾ വീക്കറാണ് T1 പ്ലസ് കംപ്ലീറ്റ്ലി റെഗുലർ. അതേപോലെ T3യേക്കാൾ സ്ട്രോങ്ങർ സ്പേസ് ആണ് T1 പ്ലസ് കംപ്ലീറ്റ്ലി റെഗുലർ ആയിട്ടുള്ള സ്പേസ്. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് തിയറം. എവറി കോമ്പാക്ട് T2 സ്പേസ്, ദാറ്റ് മീൻസ് എവറി കോമ്പാക്ട് ഹോസ്റ്റ് ഓഫ് സ്പേസ് ഈസ് എ T3 സ്പേസ്. ദാറ്റ് മീൻസ് കോമ്പാക്ട് പ്ലസ് T2 ഈക്വൽ ടു T3. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. പ്രൂഫ്, ലെറ്റ് എക്സ് ബി എ കോമ്പാക്ട് T2 സ്പേസ്. ഓക്കെ, കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു T2 സ്പേസ് ആണ് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. നമ്മുടെ ക്ലെയിം എക്സ് T3 ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് എക്സ് ഈസ് T1 ആൻഡ് റെഗുലർ. ഓക്കെ, നമുക്കറിയാം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എക്സ് കോമ്പാക്ട് T2 സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് ക്ലോസ്ഡ് സബ്സെറ്റ് എടുത്താലും അത് വീണ്ടും എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. ഇതൊരു പ്രീവിയസ് റിസൾട്ടാണ്. എവറി ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് കോമ്പാക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എക്സ് എന്നൊരു പോയിന്റ് ഒരു എക്സ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ എക്സ് എഫ് എക്സിൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ എഫ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അതിൽ എക്സ് ഇല്ല. ഓക്കെ, എക്സ് എന്നുള്ള പോയിന്റ് ഇല്ലാത്ത എക്സിൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ എഫ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പൺ സെറ്റ്സ് യുവും വി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എക്സ് യുവിലുണ്ടായിരിക്കും, എഫ് വിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, അതേപോലെ യുവും വിയും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? T2 സ്പേസ് ആണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? എക്സ് റെഗുലർ ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം എന്ത്? വി ഓൾറെഡി നോ ദാറ്റ് T2 ഇംപ്ലൈസ് T1. സോ എക്സ് റെഗുലർ ആണ്, എക്സ് T1 ആണ്. സോ T1 പ്ലസ് റെഗുലർ ഇംപ്ലൈസ് T3. ഓക്കെ, സോ എക്സ് T3 സ്പേസ് ആയിരിക്കും. നെക്സ്റ്റ്, an important corollary, every compact host of space is T4. അത് ഏതൊരു കോമ്പാക്ട് ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്തായിരിക്കും? T4 ആയിരിക്കും. ദാറ്റ് മീൻസ് T2 ആയിട്ടുള്ള കോമ്പാക്ട് സ്പേസ് എന്തായിരിക്കും? T4 ആയിരിക്കും. ഓക്കെ, കോമ്പാക്ട് പ്ലസ് T2 ആണെങ്കിൽ അത് T4 ആയിരിക്കും. പ്രൂഫ്, വി നോ ദാറ്റ് എവറി കോമ്പാക്ട് ഹോസ്റ്റ് ഓഫ് സ്പേസ് ഈസ് റെഗുലർ. നമുക്കറിയാം ഏതൊരു കോമ്പാക്ട് ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് എവറി കോമ്പാക്ട് T2 സ്പേസ് ഈസ് റെഗുലർ. ഓക്കെ, that implies normal by a proposition. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടി എവറി കോമ്പാക്ട് T2 സ്പേസ് റെഗുലർ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് നോർമൽ. ഓക്കെ, അതേപോലെ ഇത് T1 കൂടെ ആയിരിക്കും. കാരണം എന്താ?
ഹോസ്റ്റ് ഓഫ് അതായത് T2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. T2 ഇംപ്ലൈസ് T1 എന്നുള്ള റിസൾട്ട് നമുക്കറിയാം. സോ അത് T1 ആയിരിക്കും. സോ നോർമൽ പ്ലസ് T1 ഇംപ്ലൈസ് T4. ഓക്കെ. സോ കോമ്പാക്ട് പ്ലസ് T2 implies T4. Hence the proof.